ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു കാസ്റ്റ് ആൻഡ് ഫോർ മലയാളം. നമ്മൾ ഇതുവരെ കാണിച്ചതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. ഒരു കാർ മ്യൂസിയം വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറേ വിൻറ്റേജ് കാർ പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഒരു കേരളയുടെ കാർ കൾച്ചർ എന്ന് പറയുന്നത് അത് വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള കാർ കൾച്ചറാണ്. വിൻറ്റേജ് കാർസിൻ്റെ കളക്ഷനിലും കേരളം ഒട്ടും മോശമല്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഉള്ളത് മൈസൂരുള്ള പയാന കാർ മ്യൂസിയത്തിലാണ്. ഇവിടുത്തെ ഡിസൈനിൽ തന്നെ ആദ്യമേ ഒരു കാർ പ്രേമിയുടെ ടയർ എന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യമേ കാണാനായിട്ട് പറ്റും. ആ ഡിസൈനിൻ്റെ കട്ടിങ്സ് ഒക്കെ കണ്ടോ, ടയറിൻ്റെ ത്രെഡ്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്രോപ്പർ ടയർ പ്ലേസ് ചെയ്തിരിക്കുന്ന പോലെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനിൽ. അതായത് വീലാണ് എല്ലാത്തിൻ്റെ ഒരു ബേസ്. ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെ അവരുടെ ഡിസൈൻ അവർ കൊടുത്തിരിക്കുന്നു. ഏതായാലും വലിയൊരു കോമ്പൗണ്ടാണ് ഇത്. നമ്മൾക്ക് നേരെ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന റോഡിൽ മൈസൂരിൽ നിന്ന് വെറും 12 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. ഇവിടെ കുറേ കാർ കളക്ഷൻ ഉണ്ട്. ഒരു 20-ൽ പരം കാർസാണ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ 1930s 1920s മുതലുള്ള കാർസ് വരെ ഇവിടെയുണ്ട്. റോൾസ് റോയ്സും മൊറീസും കാഡിലാക്കും പിന്നെ കുറേ മെറ്റ് വിൻറ്റേജ് കാർ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മുടെ രാജാക്കന്മാർ യൂസ് ചെയ്ത് നമ്മുടെ രാഷ്ട്രപിതാക്കന്മാരും യൂസ് ചെയ്ത കുറേ ചരിത്രങ്ങളുടെ കഥ പറയാനുള്ള കുറേ കാർസിൻ്റെ കളക്ഷൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സോ കമോൺ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത്ര വിശാലമായിട്ടുള്ള ഒരു സ്പേസാണ്. ടിക്കറ്റ് കൗണ്ടേഴ്സൊക്കെ അവിടെ വരുന്നുണ്ട്. വളരെ തുച്ഛമായ 50 റുപ്പീസ് ടിക്കറ്റ്സ് മാത്രമാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ 100 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പം ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു സംരംഭം, ഇങ്ങനെ ഒരു വലിയൊരു കാര്യം ഇവിടെ സാധിച്ചെടുത്തത്. ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗഡെ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെയാണ് ഈ ഒരു കാർ കളക്ഷനിൽ കൂടുതലും. കുറേ കാറുകൾ മറ്റ് കാറുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്ന വണ്ടികളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഓരോ വണ്ടിയിലും സ്പെസിഫിക്കേഷൻസും പ്രസൻറ്റഡ് ബൈ ആരെന്നും എഴുതി വിട്ടിട്ടുണ്ട്. നമുക്ക് കയറുമ്പോൾ വഴിയെ കാണിക്കാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ഒരു വിഷനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മിനിയേച്ചറും ഈ ഒരു ഫുൾ പ്ലോട്ടിൻ്റെ ഒരു മിനിയേച്ചറും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നല്ല പക്ക ക്ലിയർ ആയിട്ടുള്ളൊരു മിനിയേച്ചർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇന്ത്യയിലോട്ട് കയറാം. ഉള്ളിലോട്ട് കയറി നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക വിൻറ്റേജ് കാർസ് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പയാന മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ടെത്തി. ഇതാണ് മ്യൂസിയം. ഇത്രയും സ്പേഷ്യസ് ആയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെഹിക്കിൾസിൻ്റെ എല്ലാ എവല്യൂഷൻ എന്ന് മാത്രമല്ല, ടയേഴ്സിൻ്റെ എവല്യൂഷൻ തൊട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം ടയേഴ്സിൻ്റെ എവല്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. 10,000 BC, 10,000 ബിഫോർ കറണ്ട് എറയാണ്. അന്ന് യൂസ് ചെയ്തിരുന്ന വീലാണ് ഈ കിടക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് അന്ന് ഹെവി ഒബ്ജക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ ഇങ്ങനെയായിരുന്നു അന്ന് വീലിൻ്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അവിടുന്ന് ഓരോ എവല്യൂഷൻ സംഭവിച്ച് വുഡൻ വീൽസിൽ നിന്ന് മെറ്റൽസിലേക്ക് മാറുന്നതും അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അലോയ് ഡിസൈൻസ് തൊട്ട് നമ്മുടെ വിൻറ്റേജ് അലോയ് ഡിസൈൻസ് പോലെ നമുക്ക് ഓരോന്ന് അവിടെ കാണാം. പിന്നീട് ടയേഴ്സ് കണ്ടുപിടിച്ചു. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഏതായാലും ആദ്യം കാണിച്ചിരിക്കുന്നത് നമ്മൾ മോട്ടേർഡ് പവേർഡ് ആയിട്ടുള്ള വെഹിക്കിൾസിനെ അല്ല കാണിച്ചിരിക്കുന്നത്. ബുള്ളോക്ക് കാർട്ട്സും അല്ലെങ്കിൽ ഹോർസ് റൈഡ് പോലത്തെയുള്ള സംഭവങ്ങളാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. എന്തായാലും ആ എൻട്രിയിൽ തന്നെ കുറച്ച് മെഷീൻസ്, അതായത് നമ്മുടെ എൻജിൻസിനകത്തെ കമ്പോണൻസും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് ഓരോ പാർട്സായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു അവയർനെസ് തരുന്ന രീതിയിൽ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം കാണാം കാർബറേറ്റർ, ഡൈനാമോ, അതായത് ടെർബോ ചാർജർ, അസംബ്ലി, മെക്കാനിക്കൽ പമ്പ്, സ്റ്റിയറിംഗ് ബോക്സ്. ഒരു 1938 മോഡൽ വെഹിക്കിളിൻ്റെ ഒരു ഹാഫിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ രീതിയിലും കാണുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു 6 സിലിണ്ടർ വെഹിക്കിളിൻ്റെ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1362 cc എഞ്ചിൻ വരുന്ന ഒരു എഞ്ചിനും കാര്യങ്ങളിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പവർ നോക്കിക്കഴിഞ്ഞാൽ 24 bhp ആണ്. ആ ഒരു 6 സിലിണ്ടർ 1496 cc എന്നൊക്കെ പറഞ്ഞാലും 24 bhp ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആദ്യമേ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിന്നീട് നമുക്ക് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ 4 സ്ട്രോക്ക് നോർമൽ എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, കാർബറേറ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് ഓരോന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ മ്യൂസിയത്തിൽ എഞ്ചിൻ ഘടിപ്പിച്ച വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതായത് ഇവിടെ ഉള്ള ഏറ്റവും ഓൾഡസ്റ്റ് വെഹിക്കിളാണ് ഈ കിടക്കുന്നത്. 1925 മോഡലായിട്ടുള്ള ഫിയറ്റിൻ്റെ 501 ആണ് ഈ കിടക്കുന്നത്. ഒരു 4 സിലിണ്ടർ 1460 cc ഉള്ള 3 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള മുമ്പേ കാണിച്ചതുപോലെ തന്നെ 23 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എഞ്ചിനുള്ള വെഹിക്കിളാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്നൊക്കെ പറയുന്ന ഒരു 71 km/h ആയിരിക്കും സ്പീഡ് വരുന്നത്. അന്നത്തെ കാലത്തെ സ്പീഡ് അതൊക്കെ ധാരാളമായിരുന്നു. അതിനുശേഷം ഫിയറ്റിൻ്റെ തന്നെ സെയിം 521 എന്നുള്ള ഈ മോഡലും കാരണം നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, ഇത്രയും ഭംഗിയുള്ള വെഹിക്കിളൊക്കെ അല്ലേ നമ്മൾ വിൻറ്റേജ് കാസ് എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് പ്രോപ്പർ വിൻറ്റേജ് കാസ്. ആ ഒരു വണ്ടിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞാൽ രാജകീയമായിട്ട് ഇരുന്ന് പോകുന്നത്. അന്നത്തെ കാലത്ത് ആ ഒരു കമാൻഡിങ് പൊസിഷനിൽ വിത്ത് ഡ്രൈവറൊക്കെ ആയിട്ട് ഇരുന്ന് പോയിരുന്ന വാഹനങ്ങളാണ്. ഇതും എഞ്ചിൻ കോൺഫിഗറേഷൻ
കോൺഫിഗറേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം ഒക്കെ തന്നെ ആയിരിക്കും. ആ ഒരു 3 സ്പീഡ് അല്ലെങ്കിൽ 4 സ്പീഡ് ഗിയർ ബോക്സും 1500 റേഞ്ച് CC എഞ്ചിൻസും 4 സിലിണ്ടർ അല്ലെങ്കിൽ 6 സിലിണ്ടർ എഞ്ചിൻസും ഒക്കെ ആയിട്ടുള്ള എഞ്ചിൻ കോൺഫിഗറേഷൻസ് ആയിരിക്കും ഈ കിടക്കുന്ന വെഹിക്കിൾസിലൊക്കെ. അവിടുന്ന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അടുത്ത വെഹിക്കിൾസിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കാം. ഇപ്പം ഇതൊക്കെയാണ് ആദ്യം കാണിച്ചിരിക്കുന്ന കളക്ഷൻ. അതിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ മെയിൻ വണ്ടി ഇപ്പുറത്തെ സൈഡിലൊരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോമിലാണ് മാറ്റി വെച്ചിരിക്കുന്നത്. റോൾസ് റോയ്സ് 1924 മോഡൽ റോൾസ് റോയ്സ് ആണ് ഈ കിടക്കുന്നത്. ഇതിനും ആ ഒരു സെയിം എഞ്ചിൻ കോൺഫിഗറേഷൻ 50 HP പവറും 6 സിലിണ്ടർ എഞ്ചിനും 119 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും വരുന്ന ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ ആ നമ്പർ പ്ലേറ്റിൻ്റെ താഴെ നോക്കിയാൽ കാണാം അങ്ങനെ കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റപ്പ് ഒന്നും അല്ലായിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഇട്ട് കറക്കി സ്റ്റാർട്ട് ചെയ്യണം. അതായിരുന്നു അന്നത്തെ സ്റ്റാർട്ടിങ് സെറ്റപ്പ്. ഓർത്ത് നോക്കി റോൾസ് റോയ്സ് ഒക്കെ ഇറങ്ങി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഓർത്ത് നോക്കി. പിന്നെ അതിൻ്റെ ഹെഡ് ലൈറ്റ്സ് ഒക്കെ കണ്ട് എന്ത് വലുപ്പമുള്ള ഹെഡ് ലൈറ്റ്സ് ആയിരുന്നു അന്ന് കൊടുത്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഹാലജൻ ബൾബ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഇപ്പോഴും ഐക്കോണിക് ആയിട്ടുള്ള റോൾസ് റോയ്സിൻ്റെ ആ ഒരു എംബ്ലം, ആ ലോഗോയുടെ തൊട്ട് മുകളിലായിട്ട് ഇപ്പം പോപ്പപ്പായി വരുന്ന ടൈപ്പ് എംബ്ലം ഡിസൈൻസ് ഒക്കെയാണ്. ഏതായാലും അതും അവിടെ കൊടുത്തിരിക്കുന്നു. ആ ഒരു പ്രൗഢിയുടെ പ്രതീകമായിട്ടുള്ള റോൾസ് റോയ്സിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ആ കാണിച്ചതിന് വിപരീതമായിട്ട് കുറച്ചുകൂടെ പെർഫോമൻസ് കൂടിയ ആ ഒരു വിൻറ്റേജ് കാർ നമുക്ക് കാണിക്കാം. ഇനിയും ഇവിടെ കിടക്കുന്നതിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്പെഷ്യൽ കാർസ് ആണ് ഈ കാണിക്കുന്നത്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവ് യൂസ് ചെയ്തിരുന്ന വണ്ടി. കർണാടകയിൽ വരുമ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന കാറാണ് ഈ കിടക്കുന്നത്. ഇതൊരു 8 സിലിണ്ടർ കാറാണ്. നമ്മൾക്ക് ഇത്രയും നേരം 4 സിലിണ്ടറും 6 സിലിണ്ടർ കാണിച്ചെങ്കിൽ ഇതൊരു 8 സിലിണ്ടർ കാറാണ്. 100 HP പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 129 km/h വരെ ടോപ്പ് സ്പീഡ് എത്താൻ സാധിക്കുന്ന ഒരു കാറാണ്. ഇതിനും നമ്മൾ ആ ഒരു ഹോള് കണ്ടില്ല താഴെ, ആ കാണിക്കുന്ന ആ ഹോൾ വെച്ചിട്ടാണ് വണ്ടി കറക്കി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ആ ഒരു ഐക്കോണിക് വണ്ടി നമുക്ക് കാണാനായിട്ട് പറ്റി. അതേപോലെ തന്നെ പല ടൈപ്പിലുള്ള ക്ലാസിക് വിൻറ്റേജ് കാറുകളും പല കളേഴ്സിലുള്ളതും പല ടൈപ്പ് ഡിസൈനിലുള്ളതുമായ പല മോഡൽ വെഹിക്കിൾസും പല ബ്രാൻഡ്സിൻ്റേതും ഷെവർലെ, ഫോർഡ്, ഫിയറ്റ്, മൊറിസ്, സിട്രോൺ എന്ന് വേണ്ട പല ബ്രാൻഡ്സിൻ്റേതായിട്ടുള്ള വിൻറ്റേജ് കാർസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു വീക്കെൻഡ് അല്ലാഞ്ഞിട്ട് പോലുള്ള ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ. ഈ കിടക്കുന്നത് ഹുഡ്സൺ മോട്ടോകാർ കമ്പനിയുടെ ഹുഡ്സൺ കാമഡോർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 1941 തൊട്ട് 52 വരെ ആയിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തെ ഹുഡ്സൺ മോഡൽസിലെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ലക്ഷറീസ് വെഹിക്കിളായിരുന്നു കാമഡോർ എന്ന് പറയുന്നത്. ഇത് ഡെയിംലർ DE36 എന്ന് പറഞ്ഞൊരു മോഡൽ വെഹിക്കിളാണ്. ഇവിടെ കിടക്കുന്നതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വെഹിക്കിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. ഒരു 1949 മോഡലാണ്. വിത്ത് 8 സിലിണ്ടർ ആൻഡ് 5.5 ലിറ്റർ എഞ്ചിനുള്ള ഒരു ബിഗ് സൈസ് വെഹിക്കിളൂടാണിത്. ഇത് നേരിട്ട് കാണുമ്പോഴേ ഇതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവുള്ളൂ. നമ്മുടെ മൈസൂരിലെ പല രാജാക്കന്മാരും യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. പിന്നെ ഫോർഡിൻ്റെ വെഡറ്റെ എന്ന് പറയുന്ന മോഡലും നമ്മുടെ സ്കോഡയുടെ പോപ്പുലർ റോഡ്സ്റ്റർ എന്ന് പറയുന്ന മോഡലുമാണ് ഈ കാണുന്നത്. പിന്നെ പണ്ട് കാലത്ത് രാജ്ഞിമാരെയൊക്കെ ചുമന്നുകൊണ്ട് പോയിരുന്ന ഒരു ടൈപ്പ് വെഹിക്കിളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ക്ലാസിക് ജനറേഷൻ സ്കൂട്ടേഴ്സൊക്കെ നിങ്ങൾക്കും പരിചയം ഉണ്ടാവും. ബജാജിൻ്റെയും വെസ്പയുടെയും നമ്മുടെ M80 ഒക്കെയാണ് ഈ വെച്ചിരിക്കുന്നത്. അതും ഇവരുടെ കളക്ഷനിലുണ്ട്. ഏതൊരു സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. സിട്രോണിൻ്റെ ഒരു വേരിയൻ്റാണ്. പലർക്കും ഇപ്പോഴും സിട്രോൺ എന്ന് പറയുന്നത് പുതിയൊരു ബ്രാൻഡായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ 100 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ളൊരു ബ്രാൻഡാണ് സിട്രോൺ. അവരുടെ ഒരു വിൻറ്റേജ് കാറാണിത്. പിന്നെ നമ്മുടെ അംബാസിഡേഴ്സ്, ലാൻഡ് മാസ്റ്റേഴ്സ്, ഷെവർലെയുടെ ക്ലാസിക് കാറുകൾ. പിന്നെ ഇവിടുത്തെ വേറൊരു മെയിൻ അട്രാക്ഷൻ ഷെവർലെ ഇംപാല. ഷെവർലെ ഇംപാല എന്ന് പറയുന്നത് കുറേ വർഷം പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരു ഐക്കോണിക് അമേരിക്കൻ കാറാണ്. 1958 മുതൽ 2020 വരെ ഇതിൻ്റെ പല ജനറേഷൻസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പല TV ഷോസിലും മൂവീസിലും സോങ്സിലൊക്കെ ആയിട്ടൊരു കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ് ഷെവർലെ ഇംപാല. പോരാതെ പല വർഷങ്ങളിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബെസ്റ്റ് സെല്ലിംഗ് കാറായിരുന്നു ഇംപാല. ഇത്രയും വണ്ടികൾ നമ്മൾ കണ്ടത് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രം കിടക്കുന്ന വണ്ടികളാണ്. ഇനി ഇവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോകാം. ആ പോകുന്ന വഴിക്ക് വേറൊരു അട്രാക്ഷൻ കാണാം. ഒരു മിനി എയർക്രാഫ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഡിസൈൻഡ് കാർസൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഫിയറ്റ് പ്രീമിയറും പത്മിനി പോലത്തെയുള്ള കാർസും പിന്നീട് കുറേ ലോറീസും കണ്ടു കഴിഞ്ഞാൽ ടോയ്സ് പോലെ തോന്നിക്കുന്ന കുറേ ലോറികൾ നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും നമുക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്താണ് ഇവർ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. പരിചയമുള്ള കുറേ 2 വീലർ മോട്ടോർ ബൈക്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ CD100SS രാജദൂതുകളും എക്സ്പ്ലോറേഴ്സും വില്ലീസ് ജീപ്പുകളും. അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ ഇപ്പോൾ കീപ്പ് ചെയ്യുന്ന കുറച്ച് ക്ലാസിക് കാറുകളായിട്ടുള്ള W123, BMW, ആദ്യത്തെ ടൊയോട്ട കൊറോളാസും ജാഗുവേഴ്സ്, മെർസിഡീസ് ഒക്കെ ആയിട്ട് പല കാസും താഴെയും കാണാൻ പറ്റും. അടുത്തതൊരു സ്പെഷ്യൽ കാറാണ്. ഇതിൻ്റെ ക്യാബിൻസ് ഒക്കെ വുഡൻ ഫിനിഷാണ്. അന്നത്തെ കാലത്ത് കൂളിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. എയർ കണ്ടീഷനിങ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇതൊരു 6 സിലിണ്ടർ 2 ലിറ്റർ എഞ്ചിൻ വരുന്ന 38 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനുള്ള വെഹിക്കിളാണ്. ഒരു 91 km സ്പീഡ് വരെയൊക്കെ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റും.
ഇവിടെ ഉള്ളതിലെ ന്യൂ ജെൻ കാസാണ് ഇവിടെ കിടക്കുന്നത്. ഈ കിടക്കുന്നത് 2008 മോഡൽ മെഴ്സിഡീസ് ഇ ക്ലാസ് ആണ്. അതുപോലെ ജാഗ്വർ ഉണ്ട്. നമ്മൾ ജാഗ്വേഴ്സിൻ്റെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ഫേസസ് ഒക്കെ ഉള്ള ജാഗ്വേഴ്സാണ് ഇവിടെ കിടക്കുന്നത്. അത് പിന്നെ 1980s മോഡലായ മെഴ്സിഡീസ് 240Dയും പിന്നെ നമ്മൾ W124ഉമായിട്ടുള്ള ഗംഭീര പുതിയ വാഹനങ്ങളുടെ കളക്ഷൻ, അതായത് ഇവിടെ ഉള്ളതിൽ പുതിയ വാഹനങ്ങളുടെ കളക്ഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമൽ കാർസ് ആൻഡ് ബൈക്സ് മാത്രമല്ല, ആർമി ട്രക്സും ആർമി പർപ്പസിന് യൂസ് ചെയ്തിരുന്ന മറ്റ് വെഹിക്കിൾസും ഒക്കെ ഇവിടെ ഉണ്ട്. കൂടാതെ നമ്മുടെ ഐക്കോണിക് ടാക്സി, ബോംബെ ടാക്സി, പിന്നെ നല്ല ഗ്രാഫിക് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള വാനും, നമ്മുടെ ഇന്ത്യസ് ഫസ്റ്റ് ഇലക്ട്രിക് കാറായിട്ടുള്ള റെവ EVയും ബുൾഡോസേഴ്സും ഒക്കെ ആയിട്ട് വാഹനപ്രേമികൾക്ക് വലിയൊരു വിരുന്ന് തന്നെയാണ് പയാന കാർ മ്യൂസിയം. സോ വാഹനപ്രേമികൾക്ക് ഈ ഒരു വീഡിയോയും നല്ലൊരു ട്രീറ്റ് തന്നെ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. So subscribe Cars 24 Malayalam for such interesting contents and cool videos.